സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറഞ്ഞു തരുന്നത് തൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നേ? 2-3 ലക്ഷണങ്ങൾ, 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി, എന്ത് സംഭവിച്ചാലും അത് ദൈവനാമത്തെ ഉയർത്തിപ്പിടിക്കാനാണ് നമ്മുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് എന്നാണ് അർത്ഥം. ഇനി ബൈബിൾ വായിക്കാൻ ആഗ്രഹം, ജപമാല ചൊല്ലാൻ ആഗ്രഹം, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, വചനം കേൾക്കാൻ, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാൻ ഒക്കെ വലിയ താല്പര്യം നമ്മിൽ ജനിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് വളരുന്നുണ്ടെന്നാണ് അർത്ഥം. നമ്മെ ദ്രോഹിച്ചവരോട് എന്ത് കാരണമാകട്ടെ, നമ്മളോട് തെറ്റ് ചെയ്തവരോട് പരിപൂർണമായി ക്ഷമിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പരിശുദ്ധാത്മാവിൽ വളർന്നുകൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.